ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ ഒന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിൻ്റെ ഇനി വരുന്ന പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട് ന്യൂ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദ്ദർസുൽ അവൽ, ഒന്നാമത്തെ പാഠം ലാ ഖൗഫുൻ അലൈഹിം. മറിയം ബീവി റളിയല്ലാഹു അൻഹായുടെ റൂമിൽ പലതരം പഴങ്ങൾ, തണുപ്പുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂടുകാലത്തും, ചൂടുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ തണുപ്പുകാലത്തും അവിടെ സുലഭമാണ്. അത് കണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, എവിടുന്നാണ് ഈ പഴങ്ങളെല്ലാം ലഭിക്കുന്നത്? അല്ലാഹു തആലയിൽ നിന്നാണ്. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകും. മഹദി പറഞ്ഞു. കുട്ടികൾ എല്ലാവരും വല്യുപ്പയുടെ ചുറ്റുമിരിക്കുകയാണ്. നമുക്കും അങ്ങനെ പഴങ്ങൾ ലഭിക്കുമോ? നാജിയ ചോദിച്ചു. വല്യുപ്പ അതിന് മറുപടി പറയുകയാണ്, അത് മറിയം ബീവിയുടെ കറാമത്താണ്. എന്താണ് കറാമത്ത്? മാലിക് ചോദിച്ചു. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. ആരാണ് ഔലിയാക്കൾ? ഉഖബത്ത് ചോദിച്ചു. യഥാർത്ഥ വിശ്വാസികളും അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരും ഭൗതിക വിരക്തിയുള്ളവരുമാണ് അവർ. അല്ലാഹു തആലയുടെ ഇഷ്ടദാസന്മാർ. അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ വിശ്വാസവും ഭക്തിയുമുള്ള അടിമകളാണ്. അറിയുക, നിശ്ചയം അവർ ഭയക്കുകയോ ദുഃഖിക്കുകയോ ഇല്ല. അല്ലാഹു തആലയെ ഭയപ്പെട്ട് ജീവിച്ചാൽ അല്ലാഹു തആല നമ്മെ ഇഷ്ടപ്പെടും. മാജിക് കറാമത്താണോ? ആതിക ചോദിച്ചു. അല്ല, കറാമത്ത് അഭൗതികമാണ്. ത്വഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നാൽ മാജിക് അങ്ങനെയല്ല. അതൊരു കലയാണ്. പരിശീലനത്തിലൂടെ ആർക്കും അത് നേടിയെടുക്കാം. കറാമത്ത് കൊണ്ട് കഴിയുന്നതെല്ലാം മാജിക് കൊണ്ട് കഴിയില്ല. ഫലസ്തീനിൽ നിന്ന് ബിൽക്കിസ് റാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് 2050 കിലോമീറ്റർ ദൂരമുണ്ട്. അതിന് ധാരാളം പാറാവുകാരുണ്ട്. ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള സിംഹാസനം ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ നിമിഷ നേരം കൊണ്ട് ഫലസ്തീനിലുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചു. മാജിക് കൊണ്ട് ഇത് കഴിയുകയില്ല. ഔലിയാക്കളെ നാം ബഹുമാനിക്കണം. അവരുടെ കറാമത്തുകൾ നാം അംഗീകരിക്കണം. അവരെ നിസ്സാരപ്പെടുത്തൽ കഠിനമായ തെറ്റാണ്. അല്ലാഹു തആല പറഞ്ഞു, എൻ്റെ വലിയുമായി ശത്രുത കാണിച്ചവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഔലിയാക്കളെ സ്നേഹിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, അല്ലാഹു തആലയുടെ ഔലിയാക്കൾക്ക് ഭയമോ ദുഃഖമോ ഇല്ല. നമുക്കിനി ഈ പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖറഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അഭൗതികം, ഭൗതികമല്ലാത്തത്. ഹുസൻ, ദുഃഖം. ഹർബുൻ, യുദ്ധം. ബിൽഖീസ്, സബയിലെ രാജ്ഞി. ഖൗഫ്, ഭയം. വിരക്തി, മടുപ്പ്. സുഹദ്, ഭൗതിക വിരക്തി. അൽ മുത്തഖി, ഭക്തൻ. മറിയം റളിയല്ലാഹു അൻഹ,
ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മ. വലിയുൻ, അല്ലാഹു തആലയുടെ ഇഷ്ടദാസൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം, ലോകം അടക്കി ഭരിച്ച പ്രവാചകൻ. സുലഭം, ധാരാളം. സക്കരിയ നബി അലൈഹിസ്സലാം, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മാതൃ സഹോദരിയുടെ ഭർത്താവ്. ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിൽ വേദം പഠിച്ച പണ്ഡിതൻ. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുൻഷ ഉൽ ജുമൽ. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വാചകങ്ങൾ നിർമ്മിക്കണം. ഒന്നാമത്തെ നോക്കൂ, അഭൗതികം. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാചകം. അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന കറാമത്ത് അഭൗതികമാണ്. അടുത്ത വാക്ക് നോക്കൂ, വിരക്തി. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഭൗതിക വിരക്തി ഉള്ളവരായിരിക്കും. അടുത്ത വാക്ക് നോക്കൂ, സുലഭം. അറേബ്യൻ നാടുകളിൽ ഈത്തപ്പഴം സുലഭമായി ലഭിക്കുന്നു. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നംല. ഇവിടെ നോക്കൂ, വലിയുൻ, ഭക്തൻ എന്ന് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഔലിയാക്കളുടെ ബാക്കിയുള്ള വിശേഷണങ്ങൾ എഴുതണം. ഭൗതിക വിരക്തിയുള്ളവർ, അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ, കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവർ, സൂക്ഷ്മതയുള്ളവർ, യഥാർത്ഥ വിശ്വാസികൾ, ഭയമോ ദുഃഖമോ ഇല്ലാത്തവർ. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുജീബ്. ഒന്നാമത്തെ ചോദ്യം, ആരാണ് വലിയ? ഉത്തരം, വലിയ യഥാർത്ഥ വിശ്വാസികളും അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരുമാണ്. രണ്ടാമത്തെ ചോദ്യം, എന്താണ് കറാമത്ത്? ഉത്തരം, ഔലിയാക്കളിലൂടെ പ്രകടമാവുന്ന അത്ഭുതമാണ് കറാമത്ത്. അടുത്ത പേജ് നോക്കൂ. മൂന്നാമത്തെ ചോദ്യം, ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു ആരാണ്? ഉത്തരം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിൽ വേദം പഠിച്ച പണ്ഡിതനായിരുന്നു ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു. 4. സുലൈമാൻ നബി അലൈഹിസ്സലാം ആരായിരുന്നു? ഉത്തരം, ലോകം അടക്കി ഭരിച്ച പ്രവാചകനായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. 5. ബിൽഖീസ് രാജ്ഞി ഭരണം നടത്തിയത് എവിടെ? ഉത്തരം, സബായിൽ. 6. മറിയം ബീവി റളിയല്ലാഹു അൻഹായും സക്കരിയ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ബന്ധമെന്ത്? ഉത്തരം, മറിയം ബീവി റളിയല്ലാഹു അൻഹായുടെ മാതൃ സഹോദരിയുടെ ഭർത്താവായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാം. 7. കറാമത്തിന് ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം, ഫലസ്തീനിൽ നിന്ന് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് 2050 കിലോമീറ്റർ ദൂരമുണ്ട്. അതിന് ധാരാളം പാറാവുകാരുണ്ട്. ആ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള സിംഹാസനം ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ നിമിഷ നേരം കൊണ്ട് ഫലസ്തീനിലുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചു. 8. കറാമത്തും മാജിക്കും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഉത്തരം, കറാമത്ത് അഭൗതികമാണ്. തഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നാൽ മാജിക് അങ്ങനെയല്ല, അതൊരു കലയാണ്. പരിശീലനത്തിലൂടെ ആർക്കും അത് നേടിയെടുക്കാം. കറാമത്ത് കൊണ്ട് കഴിയുന്നതെല്ലാം മാജിക് കൊണ്ട് കഴിയില്ല. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നുബയ്യിൻ. അതിൽ 1. കറാമത്ത്. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. കറാമത്ത് അഭൗതികമാണ്. തഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നാൽ മാജിക് അങ്ങനെയല്ല, അതൊരു കലയാണ്. പരിശീലനത്തിലൂടെ ആർക്കും അത് നേടിയെടുക്കാം. കറാമത്ത് കൊണ്ട് കഴിയുന്നതെല്ലാം മാജിക് കൊണ്ട് കഴിയില്ല. ഫലസ്തീനിൽ നിന്ന് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് 2050 കിലോമീറ്റർ ദൂരമുണ്ട്. അതിന് ധാരാളം പാറാവുകാരുമുണ്ട്. ആ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള സിംഹാസനം ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ നിമിഷ നേരം കൊണ്ട് ഫലസ്തീനിലുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചു. മാജിക് കൊണ്ട് ഇത് കഴിയുകയില്ല. നുബയ്യിൻ എന്നതിൽ രണ്ടാമത്തത് ഔലിയാക്കളുടെ വിശേഷണങ്ങൾ.
യഥാർത്ഥ വിശ്വാസികളും അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരും ഭൗതിക വിരക്തിയുള്ളവരുമാണ് അവർ. അല്ലാഹു തആലയുടെ ഇഷ്ടദാസന്മാർ, അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ വിശ്വാസവും ഭക്തിയുമുള്ള അടിമകളാണ്. അറിയുക, നിശ്ചയം അവർ ഭയക്കുകയോ ദുഃഖിക്കുകയോ ഇല്ല. തദ്രീബാത്തിൽ ആറാമത്തെ പ്രവർത്തനം നുലാഹിലുൽ ഖരീത്ത. മാപ്പ് നിരീക്ഷിച്ച് സബഉം ഫലസ്തീനും കണ്ടെത്തുക. ഇവിടെ നമുക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്. മാപ്പ് നിരീക്ഷിച്ച് സബഉം ഫലസ്തീനും കണ്ടെത്തുക. ഈ കൊടുത്തിരിക്കുന്ന മാപ്പിൽ ഫലസ്തീനും സബഉം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് അതിനി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പാഠവും ഈ പാഠത്തിലെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.